നമസ്കാരം. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ മാർക്കറ്റ് തുറന്ന ശേഷമുള്ള ആദ്യത്തെ ആ ആണിമണിക്കൂറുകളിലെ ഒരു വല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരിക്കും അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വെല്ലുവിളിയെ നേരിടാൻ സഹായിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൌട്ട് അഥവാ ORB. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇൻട്രാഡേ ട്രേഡർമാർ എപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. മാർക്കറ്റ് തുറക്കുന്ന ആദ്യ മണിക്കൂറുകൾ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. ഒരു ദിശാബോധവുമില്ലാതെ മുകളിലേക്കും താഴേക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ട്രേഡിംഗിന്റെ ആദ്യ മണിക്കൂറുകളിലെ ഈ കൺഫ്യൂഷനിടയിൽ എങ്ങനെ മാർക്കറ്റിന്റെ ശരിക്കുള്ള ദിശ കണ്ടെത്താം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഈ വിശകലനത്തിലൂടെ തേടുന്നത്. ഈ ഒരു ആശയക്കുഴപ്പത്തിനിടയിൽ നമുക്കൊരു വഴികാട്ടിയാകാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു സ്ട്രാറ്റജിയുണ്ട്. അതാണ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൌട്ട്. ഈ ഒരു താരതമ്യമുണ്ടല്ലോ, അത് ORBയുടെ പ്രാധാന്യം ശരിക്കും പറഞ്ഞുതരും. നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ അക്ഷരമാല അറിയാതെ വാക്കുകളോ വാക്യങ്ങളോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ട്രേഡിംഗിൽ ORB. കൂടുതൽ സങ്കീർണമായ സ്ട്രാറ്റജികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു ബേസ് ഉറപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ORB. മാർക്കറ്റ് തുറന്നതിനു ശേഷം നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം വെറുതെ നോക്കിയിരിക്കും. ആ സമയത്തിനുള്ളിലുണ്ടായ ഏറ്റവും കൂടിയ വിലയും ഏറ്റവും കുറഞ്ഞ വിലയും നമ്മൾ അടയാളപ്പെടുത്തിവെക്കും. പിന്നീട് എപ്പോഴാണോ വില ആ ഒരു റേഞ്ചിന് പുറത്തേക്ക് പോകുന്നത്, ആ ദിശയിലേക്ക് നമ്മളൊരു ട്രേഡ് എടുക്കുന്നു. അത്രയുള്ളൂ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് 4 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. ആദ്യം നമ്മളൊരു റേഞ്ച് തീരുമാനിക്കുന്നു. പിന്നെ അതിന്റെ അതിരുകൾ മാർക്ക് ചെയ്യുന്നു. ആ അതിര് കടക്കുമ്പോൾ ട്രേഡിൽ കയറുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ നഷ്ടം പരിമിതപ്പെടുത്താൻ മറുവശത്ത് കൃത്യമായി ഒരു സ്റ്റോപ്പ് ലോസും വെക്കുന്നു. ഇതൊന്നും ഇന്നലെ കണ്ടുപിടിച്ചൊരു പുതിയ ഐഡിയ അല്ല കേട്ടോ. വർഷങ്ങളായി ട്രേഡർമാർ ഉപയോഗിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്ത ഒന്നാണിത്. ടോബി ക്രാബൽ പോലുള്ള ആളുകളാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയൊരു സ്ട്രാറ്റജിയായി അവതരിപ്പിച്ചത്. അതിനുശേഷം ഒരുപാട് പ്രമുഖർ ഇതിനവരുടേതായ സംഭാവനകളും നൽകിയിട്ടുണ്ട്. ശരി, തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ സ്ട്രാറ്റജി നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ, പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ വർക്കാകുമോ? നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമോ? വാ, നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഇതിനുത്തരം കണ്ടെത്താൻ ഞങ്ങൾ നിഫ്റ്റി സ്പോട്ട് ഡാറ്റ ഉപയോഗിച്ച് ഒരു വിശദമായ ബാക്ക് ടെസ്റ്റ് നടത്തി. 2019 മുതൽ 2026 വരെയുള്ള ഡാറ്റ എടുത്തിട്ട് രാവിലെ 9:15 ശേഷമുള്ള പല സമയങ്ങളിലെ ഓപ്പണിംഗ് റേഞ്ചുകൾ ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി. അപ്പോ ഞങ്ങളുടെ ബാക്ക് ടെസ്റ്റിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, രാവിലെ 11:15 വരെയുള്ള റേഞ്ച് ബ്രേക്കൌട്ട് 10:15 വരെയുള്ളതിനേക്കാൾ സ്ഥിരമായി നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിന് അതിന്റെ ശരിക്കുള്ള ദിശ കണ്ടെത്താൻ കുറച്ചുകൂടി സമയം കൊടുക്കുന്നത് നല്ലതാണെന്ന് തന്നെ. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 11:15 ബ്രേക്കൌട്ടിൽ ലോങ് ട്രേഡുകൾക്ക്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന ട്രേഡുകൾക്ക് ഏകദേശം 60% വിജയസാധ്യതയുണ്ട്. എന്നാൽ ഷോർട്ട് ട്രേഡുകൾക്ക് ഇത് 50% മാത്രമാണ്. ഇൻട്രാഡേയിൽ പോലും മാർക്കറ്റിന് പൊതുവെ മുകളിലേക്ക് പോകാനാണ് ഒരു താൽപ്പര്യം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നിഫ്റ്റി സ്പോട്ട് ഇൻഡെക്സിനെ പറ്റിയാണ്. പക്ഷെ നമുക്ക് ഇൻഡെക്സ് നേരിട്ട് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ലല്ലോ അല്ലേ? അപ്പോ റീറ്റെയിൽ ട്രേഡർമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നിഫ്റ്റി ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്: ഓപ്ഷൻ വാങ്ങുക അല്ലെങ്കിൽ ഓപ്ഷൻ വിൽക്കുക. ഇവ രണ്ടും ഒരേ സ്ഥലത്തേക്കുള്ള 2 വ്യത്യസ്ത വഴികൾ പോലെയാണ്. റിസ്ക്കും വേണ്ടിവരുന്ന പണവും ലാഭസാധ്യതകളും എല്ലാം രണ്ടിലും വളരെ വ്യത്യസ്തമാണ്. നമുക്കിവ രണ്ടും ഒന്ന് വിശദമായിട്ട് താരതമ്യം ചെയ്യാം. ആദ്യം നമുക്ക് ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി നോക്കാം. ഇവിടെ നമ്മൾ ഇൻഡെക്സിലല്ല, മറിച്ച് ഓപ്ഷൻ പ്രീമിയത്തിലാണ് ORB പ്രയോഗിക്കുന്നത്. 200 രൂപയ്ക്ക് അടുത്തുള്ള പ്രീമിയത്തിന്റെ 11:15 വരെയുള്ള ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഓപ്ഷൻ വാങ്ങുന്നു. ഒരു 20% സ്റ്റോപ്പ് ലോസും വെക്കുന്നു. പക്ഷേ ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? അതിന്റെ ഡ്രോഡൌൺ. ബാക്ക് ടെസ്റ്റിൽ ഈ രീതി നേരിട്ട ഏറ്റവും വലിയ നഷ്ടം, അതായത് മാക്സിമം ഡ്രോഡൌൺ, ഏകദേശം 45%. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിന്റെ പകുതിയോളം താൽക്കാലികമായി നഷ്ടത്തിലാകാനുള്ള ഒരു സാധ്യത. ഇത് മാനസികമായി എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ശരി, ഇനി നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നിയമങ്ങളൊക്കെ ഒരുപോലെയാണ്, പക്ഷെ ഇവിടെ
പ്രീമിയം 11.15 ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യമായ മൂലധനമാണ്. ഓപ്ഷൻ വിൽക്കാൻ ഉയർന്ന മാർജിൻ വേണ്ടതുകൊണ്ട് ഈ ടെസ്റ്റ് വിശ്വസനീയമാക്കാൻ ഞങ്ങൾ 35 ലക്ഷം രൂപയാണ് ബേസ് ക്യാപിറ്റലായി എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ ശരിക്കുള്ള വ്യത്യാസം വരുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ മാക്സിമം ഡ്രോഡൗൺ വെറും 6% മാത്രം. ഓപ്ഷൻ ബൈങ്ങിന്റെ 45%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നോക്കൂ. കൂടുതൽ പണം മുടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വമാണിത്. അപ്പോ നമ്മൾ കുറേ ഡേറ്റായും കണക്കുകളുമൊക്കെ കണ്ടു, ഓപ്ഷൻ വാങ്ങുന്നതും വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഇനി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തു മനസ്സിലാക്കാം? എന്താണ് ഇതിൽ നിന്നുള്ള അന്തിമവിധി? ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതയാണ്. 1. ORB എന്ന ആശയം നിഫ്റ്റിയിൽ ഇപ്പോഴും പ്രസക്തമാണ്. 2. റിസ്ക് കുറയ്ക്കാൻ ഓപ്ഷൻ സെല്ലിംഗ് നല്ലതാണ്, പക്ഷേ അതിന് കൂടുതൽ പണം വേണം. 3. ഓപ്ഷൻ ബൈയിങ്ങിന് നല്ല സാധ്യതയുണ്ട്, പക്ഷേ റിസ്ക് വളരെ കൂടുതലാണ്. 4ാമത്തെ കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കോൾ ഓപ്ഷനുകളിലെ ട്രേഡിംഗ് പുട്ടുകളേക്കാൾ കുറച്ചുകൂടി സ്റ്റേബിളായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിശകലനം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് തരുന്ന ഒരു റെഡിമെയ്ഡ് സിസ്റ്റമല്ല. ഇതിനെ നിങ്ങളുടെ സ്വന്തം ഗവേഷണത്തിനുള്ള ഒരു തുടക്കമായി മാത്രം കാണുക. ഈ ഐഡിയ ഒരു അടിസ്ഥാനമായി വെച്ച് നിങ്ങളുടെ സ്വന്തം നിയമങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അവസാനമായി ഈയൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ORB എന്ന സ്ട്രാറ്റജിക്ക് വിപണിയിലൊരു മുൻതൂക്കം നൽകാൻ കഴിയുമെന്ന് നമ്മുടെ ഡേറ്റ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനും നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനും നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനും ഇത് ചേർന്നതാണോ? അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നന്നായി ചിന്തിക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക.